നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും പാകിസ്ഥാനെ ദുരിതത്തിലാഴ്ത്തി കനത്ത മഴ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ കുറഞ്ഞത് 30 പേർ മരിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ മുതൽ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന നഗരങ്ങളിൽ പെയ്യുന്ന പേമാരി ജനങ്ങളുടെ, പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ താമസക്കാരുടെ ദുരിതം വർദ്ധിപ്പിച്ചു. സെപ്റ്റംബർ 2 വരെ കനത്ത മഴ പെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പ്രവചിക്കുന്നു. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യയുള്ള പ്രവിശ്യയായ പഞ്ചാബ് ഏകദേശം ഒരാഴ്ചയായി കടുത്ത വെള്ളപ്പൊക്കത്തിൽ വലയുകയാണ്. കൂടാതെ കർത്താർപൂർ ഉൾപ്പെടെ പ്രവിശ്യയിലുടനീളമുള്ള കുറഞ്ഞത് 1700 ഗ്രാമങ്ങളെങ്കിലും വെള്ളത്തിനടിയിലാണ്. സിഖുകാർക്ക് കർത്താർപൂർ പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രകാരം ജൂൺ 26 രാജ്യത്ത് മൺസൂണും വെള്ളപ്പൊക്കവും ആരംഭിച്ചതിനു ശേഷം ഏകദേശം 842 പേർ മഴക്കാലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രവിശ്യയിൽ വെള്ളപ്പൊക്കത്തിൽ കുറഞ്ഞത് 30 പേർ മരിച്ചതായി പഞ്ചാബ് മന്ത്രി മറിയം ഔറംഗസേബ് ശനിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. വെള്ളപ്പൊക്കം കാരണം പഞ്ചാബിൽ ഏകദേശം 15 ലക്ഷം പേർ ഭവനരഹിതരായി. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 5 ലക്ഷത്തോളം ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതിനു പുറമെ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 2000 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായതായും ആയിരക്കണക്കിന് ഏക്കറിലെ വിളകൾ നശിച്ചതായും അവർ പറഞ്ഞു. വെള്ളപ്പൊക്ക സ്ഥിതി വഷളായതിനെ തുടർന്ന് നഗരങ്ങളെ ദുരിതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രവിശ്യയിലെ പല സ്ഥലങ്ങളിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അധികൃതർക്ക് തടയണകൾ തകർക്കേണ്ടി വന്നു. പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റി പ്രകാരം മാണ്ഡി, ബഹാവുദ്ദീൻ, ചിനിയോട്ട്, ജാങ് എന്നിവയുൾപ്പെടെ പ്രവിശ്യയിലെ വിവിധ പ്രദേശങ്ങളിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കുറഞ്ഞത് 7 തടയണകളെങ്കിലും തകർത്തു. ചെനാബ് നദി ഏകദേശം 1269 ഗ്രാമങ്ങളെയും രവി നദിയുടെ തീരത്തുള്ള 462 ഗ്രാമങ്ങളെയും സത്ലജ് നദിയിലെ വെള്ളപ്പൊക്കത്തെയും 391 ഗ്രാമങ്ങളെയും ബാധിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദുരിതബാധിതരെ സഹായിക്കുന്നതിനും പരിചരിക്കുന്നതിനുമായി പ്രവിശ്യയിലുടനീളം 351 ദുരിതാശ്വാസ മെഡിക്കൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കം മൂലം ഇതിലും ആളുകൾ മരിക്കുകയുണ്ടായി. നിരവധി ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും അവിടെ കൃത്യമായി തന്നെ അലേർട്ടുകൾ നൽകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാനുള്ള സാവകാശവും ലഭിക്കുന്നില്ല. അതുമൂലമാണ് മരണസംഖ്യ അവിടെ ഉയരുവാനുള്ള കാരണം കൂടുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു ദുരന്തം കഴിഞ്ഞ് അതിൽ നിന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് സാധനങ്ങളെല്ലാം തന്നെ ലഭിക്കുകയോ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഭരണകൂടം അവർക്ക് നൽകുന്നില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്.